ഇവിടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ഞങ്ങളെ പോലെയുള്ള എളിയ പ്രവർത്തകർക്കും ഒരുപാട് ആവേശം തരുന്നുണ്ട് എന്ന് സംഘാടകരോട് ആദ്യം തന്നെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രസക്തമായിട്ടുള്ള വിഷയത്തിന് മുകളിലാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാവി അണയുന്ന നവമാർക്സിസവും നേരുറപ്പിന്റെ ഹരിത രാഷ്ട്രീയവും. പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംസാരങ്ങൾ ഇതേ വേദിയിൽ തന്നെ നടന്നിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ആരെക്കാളും കൂടുതൽ ഈ നാട്ടിലുള്ള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുകയും ഇവിടെ ഉയരുന്ന കറുത്ത പുകയെ തോൽപ്പിച്ചു കളയുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഈ പ്രാദേശികമായിട്ട് ജീവിക്കുന്ന ഓരോ മുസ്ലിം ലീഗുകാരും എന്ന് ആമുഖമായിട്ട് ബോധ്യപ്പെടുത്തട്ടെ. ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചകളിലൊക്കെ ഇത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. നവമാർക്സിസം എന്ന് പറയുമ്പോൾ ഇതേത് ഘട്ടത്തിലുള്ള മാർക്സിസത്തെ കുറിച്ചാണ്, കമ്മ്യൂണിസത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്റെ ഓർമ്മയിൽ ഇതൊരു 3ാം ഘട്ടമാണ്. സൈദ്ധാന്തിക കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് എനിക്ക് മുമ്പിലിരിക്കുന്നവര്. അവർ മതനിരാസം പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അവർ ചോദ്യങ്ങളെ ഭയക്കുന്ന മനുഷ്യന്മാരാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് തങ്ങളുടെ അഭിപ്രായത്തിനെതിരായിട്ട് ആരെങ്കിലും ഒരു മറു അഭിപ്രായം പറഞ്ഞാൽ അവരെ നിഷ്കാസനം ചെയ്യാനുള്ള ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. റഷ്യയിലും ചൈനയിലുമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്ര പാഠങ്ങൾ കാണുകയും അറിയുകയും ചെയ്ത മനുഷ്യരാണ്. കമ്മ്യൂണിസം തുടങ്ങുന്നത് മതം കറുപ്പാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ്. മാർക്സിന്റെ ലോകോത്തരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു, ആശയമായിരുന്നു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത്. ആ ആശയം ഏറ്റെടുത്ത രാജ്യങ്ങൾക്കൊക്കെ പിന്നീട് സംഭവിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ, തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ, സ്ത്രീകൾ, ന്യൂനപക്ഷർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ സിദ്ധാന്തം മാത്രമാണ് ശരി എന്ന് പ്രചരിപ്പിക്കുന്ന ആശയമുള്ള ആളുകൾ നാട് ഭരിച്ചുകൊണ്ട് കടന്നുപോയത് ചരിത്രത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പം ജർമ്മനിയിലെ ഹിറ്റ്ലർ ആരായിരുന്നു എന്ന് ചോദിക്കുകയും ഹിറ്റ്ലർ കൊന്നൊടുക്കിയ മനുഷ്യന്മാരുടെ കണക്കുകൾ നമ്മൾ പറയുകയും ചെയ്യുമ്പം അതിനേക്കാൾ 3 ഇരട്ടി ആളുകളെയാണ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കൊന്നുകളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൈനയിലെ മാവോയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. റുമാനിയയിലെ കൂട്ടക്കൊലകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കംബോഡിയ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഉന്മൂലന രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ആ ഒരു കപട രാഷ്ട്രീയം ഇന്ന് നിൽക്കുന്ന നിലത്തിനെയാണ് ഏറ്റവും കറക്റ്റായിട്ട്, ഏറ്റവും ഉദ്ദേശശുദ്ധിയിൽ നിന്നുകൊണ്ട് ഇവിടെ വാഴക്കാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവ കമ്മ്യൂണിസം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ വേറൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം എന്നുള്ളത് തങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെ കൊണ്ടുവരുന്നതാണ്. ആ കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ വേണ്ടി, പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരാം, കേരളത്തിലേക്ക് വരാം. എന്നാണ് കമ്മ്യൂണിസ്റ്റ് ആശയം ഇവിടെ തുടങ്ങുന്നത് എന്ന് നോക്കിയാൽ 1920 ഇത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപം കൊള്ളുന്നത്, ഈ രാജ്യത്ത് രൂപം കൊള്ളുന്നത്. 1925 കാൺപൂരിലാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം കേരളത്തിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നത് കേരളത്തിലാണ് എന്ന്. യഥാർത്ഥത്തിൽ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒന്നുമല്ല കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് വന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ഭരണങ്ങൾ കൈക്കലാക്കിയത് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും.
സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകൾ, മാവോ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതൊക്കെ രൂപത്തിലാണ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറിക്കൊണ്ട് ആ നാട്ടിലേക്ക് അധികാരത്തിൽ കയറി വന്നത് എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരു പുസ്തകത്തിൽ അവിചാരിതമായിട്ടുള്ള ഒരു ലേഖനം വായിക്കുകയുണ്ടായി. ആ ലേഖനത്തിലെ ഒരു ഇടയ്ക്കുള്ള കുറിപ്പ് മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ മക്കയിലേക്ക് ഒരു പ്രദേശത്തെ ആളുകൾ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്ത് അതിനുശേഷം വലിയ പെരുന്നാളിന്റെ ആ ദിവസം ആ നാട്ടിലുള്ള ആളുകൾ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. ആ പ്രസ്താവനയിൽ പറയുന്നത്, ഞങ്ങൾ വരുന്നത് സാർ ചക്രവർത്തി ഭരിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്നാണ്. സാർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജനിച്ച മനുഷ്യരാണ് ഞങ്ങൾ. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് ആശയം ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന കാലഘട്ടത്തിൽ വളർന്ന മനുഷ്യന്മാരാണ് ഞങ്ങൾ. ആ മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങൾ ഇന്ന് ഈ മക്കയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നില്ല. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് അവർ വന്ന് സംസാരിക്കുന്നത് 1954 അന്ന് അവർ പറയുന്നത് ജർമ്മനിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് മാറിപ്പോകേണ്ടി വന്നു. ഇനി യൂറോപ്പിന്റെ പല സ്വതന്ത്ര ഭാഗങ്ങളിലും ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി നാട്ടിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല. ഹജ്ജാജിമാരായിട്ട് ഇങ്ങോട്ട് വന്ന ഞങ്ങൾ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് നാഥനോട് തേടുന്നത് ആ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ നാട്ടിലുള്ള മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു. എന്തിന്റെ പേരിൽ, എന്ത് കാരണം കൊണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം ആ നാട്ടിലുള്ള ആളുകളെ ഇല്ലാതാക്കുന്ന രീതി സ്വീകരിക്കുന്ന ആളുകൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെയാണ് ഇത്തരത്തിൽ 1954 മക്കയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ പെരുന്നാൾ ദിവസം ആ നാട്ടിലുള്ള മനുഷ്യർ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ മർദ്ദനം അനുഭവിക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ ആർക്കാണ് രക്ഷിക്കാൻ പറ്റുക? അത് തിരിച്ചറിവുള്ള ഒരു സമൂഹത്തിനാണ് എന്ന്. ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിന്റെ ഒരു ചുറ്റുപാടിലേക്ക് കടന്നു വരാം. നിങ്ങൾക്കറിയാലോ, മഹാനായിട്ടുള്ള മമ്പുറം തങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആശയം വരുന്നതിന്റെ 2 നൂറ്റാണ്ട് മുമ്പേ ഇവിടെയുള്ള മനുഷ്യരോട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വസിയത്തുണ്ട്. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലേക്ക് കയറി വരുന്ന കമ്മ്യൂണിസ്റ്റുകളെയാണ് എന്ന്. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലേക്ക് വരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള മനുഷ്യന്മാരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ദീർഘവീക്ഷണത്തോടെ മഹാനായിട്ടുള്ള മമ്പുറം തങ്ങൾ പറയുകയും അത് കൃത്യമായിട്ട് പള്ളികളിലും മദ്രസകളിലും ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ രേഖപ്പെടുത്തി വെക്കണം, മിഹ്റാബിൽ രേഖപ്പെടുത്തി വെക്കണം എന്നുള്ള ഒരു ആശയം നമ്മൾ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിലൂടെയൊക്കെ വന്ന് ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്താ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? 2 വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. ഒരാള് പറയുന്നു വരും 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 എന്ന്. നിങ്ങൾക്കറിയാം, കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ഇവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അറിയാം ആര് വരുമെന്നാണ് കേരളത്തിനോട് ഇവർ പറയുന്നത് എന്ന്. അർജന്റീനയിലെ മെസ്സി കേരളത്തിൽ വരും, സ്റ്റേഡിയത്തിൽ കളിക്കുമെന്ന് പറയുന്ന ആളുകൾ കേരളത്തിലെ LDF-കാരാണ്. പിണറായി വിജയന്റെ അച്ചാരം പറ്റി ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, കപട കൊള്ള നടത്തുന്ന മനുഷ്യന്മാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറയുന്നു വരും വരും വരും, ഞങ്ങള് ഇവിടെ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റേഡിയം അതിനനുസരിച്ച് പകിട്ടുള്ളതാക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യർ. രണ്ടാമത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ആരാ? തെരും 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 എന്ന് പറയുന്ന മനുഷ്യൻ. ആരാ തെരും എന്ന് പറയുന്നത്? പിണറായി വിജയന്റെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്നത്. നിങ്ങളുടെ ക്ഷേമ പെൻഷൻ കൂട്ടി, ഇവിടെയുള്ള ആശാ വർക്കർമാർക്ക് 1000 രൂപ കൂടുതൽ കൊടുക്കും, ഇവിടെയുള്ള യുവാക്കൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് നൽകും തുടങ്ങിയ എണ്ണമറ്റ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വനിതാ ലീഗിന്റെ പ്രവർത്തകരെ, എഴുതി വെച്ചോളൂ. നിങ്ങൾ വരുമെന്ന് പറഞ്ഞവരും തരുമെന്ന് പറഞ്ഞവരും ഈ കേരളത്തിൽ നിന്ന് വാങ്ങാൻ പോകുന്നത് ജനങ്ങളുടെ നെഞ്ചിൽ കുത്തിയിട്ടുള്ള ഏറ്റവും കിരാതമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ.
ഇവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കേരളത്തിലുള്ള ജനങ്ങൾ വിധി എഴുതുന്നത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രമല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ മുഖമൂടി അണിഞ്ഞവൻ മാത്രമാണ്. ഈ നാട്ടിലുള്ള RSSകാർക്ക് തുല്യമായിട്ട് കാവി അണിഞ്ഞ് നടക്കുന്ന മനുഷ്യർ നമ്മളുടെ മുമ്പിലൂടെ വന്ന് പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് എന്നായിരിക്കും. യഥാർത്ഥത്തിൽ അവരുടെ കപട സ്വഭാവം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, കളമശ്ശേരിയിലെ ഒരു ബോംബ് വെപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2ാം വാർഷിക ദിവസമായിരുന്നു. അറിയാം നിങ്ങൾക്ക്, ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് 2 വർഷം പിന്നിട്ട വാർത്ത നമ്മളൊക്കെ വായിച്ചു. ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 8 പേർക്ക് മരണമുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ 2ാം സ്മരണയായിരുന്നു അത്, 2ാം വാർഷിക സ്മരണയായിരുന്നു അത്. എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ കിരാത നിയമമായിട്ടുള്ള, കരിനിയമമായിട്ടുള്ള UAPA എന്തുകൊണ്ട് ഈ പറയുന്ന ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേലിൽ ചുമത്തിയിട്ടില്ല എന്നുള്ള ചോദ്യം ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, UAPA എന്ന് പറയുന്നത് ഒരു കരിനിയമമാണ്. ആരുടെയൊക്കെ പേരിലാണ് UAPA നിയമം ചുമത്തിയിട്ടുള്ളത്? ഷഹീൻ ബാഗിലേക്ക് NRC CAA സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള, വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള, പൗരത്വ നിയമം പിൻവലിക്കണമെന്ന് സംസാരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെ പേരിലും കേസെടുത്തു. അതിൽ പല ആളുകളും ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗുൽഫിഷ ഫാത്തിമയുടെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ഇപ്പോഴും ജയിലിനകത്ത് നിന്ന് അവർക്കെതിരെ യാതൊരു തെളിവും ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. യാതൊരു രൂപത്തിലുള്ള നിയമ നടപടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നില്ല. അങ്ങനെയുള്ള കേസുകൾ രാജ്യത്താകമാനം നടക്കുന്നതിനിടയിലാണ് കളമശ്ശേരിയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് രാത്രി ആദ്യമായിട്ട് ഫ്ലാഷ് ന്യൂസ് വന്നത് കളമശ്ശേരിയിലെ ഒരു ചർച്ചിൽ മുസ്ലിം തീവ്രവാദികൾ ബോംബ് വെച്ചു എന്നുള്ളതാണ്. ആ വാർത്ത നമ്മളുടെ പലരുടെയും നെഞ്ചിലുണ്ടാക്കിയിട്ടുള്ള തീ ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന മാർട്ടിൻ തന്നെയാണ് വന്ന് നവമാധ്യമത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത് അവിടെ ബോംബ് വെച്ചിട്ടുള്ളത് ഞാനാണ് എന്ന്. മാനസിക രോഗിയാണ് അദ്ദേഹം എന്ന് പിന്നീടുള്ള വെളിപ്പെടുത്തൽ വന്നുവെങ്കിലും കൃത്യമായിട്ട് അദ്ദേഹത്തിന് അതിന് പിന്നിലുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ നിമിഷം വരെ ആ വ്യക്തിയുടെ പേരിൽ ഒരു UAPA പോലും ചുമത്തിയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ തന്നെ എത്ര സംഭവങ്ങൾ ഉണ്ടായി. ഇവിടെ ഒരു പാംഫ്ലെറ്റ് വിതരണം ചെയ്തതിന്റെ പേരിലല്ലേ അലൻ താഹ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർക്ക് പേരിൽ അവരുടെ പേരിൽ ഈ UAPA ചുമത്തിയത്. ഇതിനു മുമ്പും ഈ കേരളത്തിൽ നിന്ന് UAPAക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്തത് കേരളത്തിലെ സർക്കാരാണ്, ഈ പിണറായി വിജയൻ സർക്കാരാണ് എന്ന് നമ്മളുടെ മുമ്പിലുണ്ട്. 2 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് UAPAയിൽ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കി എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. അതിനുള്ള കളമൊരുക്കി കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ വിജയം. അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കമ്മ്യൂണിസത്തിനെതിരാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഇത് കരിനിയമമാണ്, ഇത് പിൻവലിക്കപ്പെടണം എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് അപ്പുറത്ത് പോയിട്ട് ഈ ആളുകളുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ആഭ്യന്തര വകുപ്പിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കാലോചിതമായിട്ട് ഉന്നു ഹിജാബ് ധരിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം ഒരുക്കണമെന്ന്. പ്രിയപ്പെട്ടവർ, ആരാണിത് പറയുന്നത്? ഇത്രയും കാലം ഈ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്തൊക്കെ അപ്പുറത്ത് നിന്ന് നോക്കിയിട്ട് നിങ്ങൾ തട്ടമിട്ട ആളുകളാണ്, നിങ്ങൾ അജ്ഞരാണ്, നിങ്ങൾ വിവരമില്ലാത്തവരാണ്, നിങ്ങൾ തട്ടം അയക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾ പുരോഗമനവാദികളാവുന്നത്, നിങ്ങൾ കൂടുതൽ ഈ രാജ്യത്തിന് സംസാരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നവരാണ് ഇപ്പം ഈ ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇവിടെ നിങ്ങൾ ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന്. ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്.
ആ സമയം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ PM ശ്രീയിൽ ഒപ്പുവെച്ച ദിവസങ്ങളാണ്, ആസൂത്രിതമായിട്ട് ഒപ്പുവെച്ച ദിവസങ്ങളിലാണ് ഈ ശിവൻകുട്ടി നേതാവിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഹിജാബ് സ്നേഹം പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ. ഈ രാജ്യത്ത് 1980-കളിൽ നടന്ന ശരീഅത്ത് വിവാദമുണ്ട്. ഈ നാട്ടിലുള്ള ആളുകളുടെ ശരീഅത്ത് സംരക്ഷിക്കണം, മുസ്ലിം വിഭാഗങ്ങളുടെ ശരീഅത്ത് സംരക്ഷിക്കണം. ഇവിടെയുള്ള ആളുകൾക്ക് വിവാഹമോചനം നേടുമ്പം ആണിന്റെയും പെണ്ണിന്റെയും അവരുടെ അവകാശങ്ങൾ ഒരേപോലെ തുല്യമായിട്ട് വിശ്വാസം എന്താണോ കൽപ്പിക്കുന്നത് അതേ രൂപത്തിൽ ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള സമരം. ആ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ശരീഅത്ത് നിയമം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ആ ശരീഅത്ത് വിവാദ സമയത്ത് ഈ നാട്ടിലുള്ള ഈ മനുഷ്യരുടെ, വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെ വിശ്വാസത്തിനെ അപ്പുറത്തു നിന്ന് ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ച മനുഷ്യരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേണ്ട, അത് കഴിഞ്ഞിട്ട് ഒരു വലിയ റിപ്പോർട്ട് ഇവിടെ വന്നല്ലോ. ഈ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് വിദ്യാഭ്യാസപരമായിട്ട് റിസർവേഷൻ വേണം, സച്ചാർ കമ്മീഷൻ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ സമയത്ത് സച്ചാർ കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് എതിര് നിന്ന, അല്ലെങ്കിൽ ഇവിടെ ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു റിസർവേഷൻ കൊണ്ടുവന്നപ്പം ആ റിസർവേഷന് ഇല്ലാതെ വെട്ടിച്ചുരുക്കിയ മനുഷ്യരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്തിനേറെ പറയണം, മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ സംവരണങ്ങളിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ അങ്ങനെ സംവരണത്തിൽ വെള്ളം ചേർത്ത മനുഷ്യരാണ് ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ സൈദ്ധാന്തികന്മാർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അവർ പറയുന്നത് നമ്മൾക്ക് മതമില്ല എന്ന, മതം നമ്മൾക്ക് വേണ്ട എന്നുള്ളതാ. പക്ഷേ നിങ്ങൾക്ക് ഒരു രാജ്യത്തിന്റെ ഭരണം ലഭിക്കണമെങ്കിൽ ചില മതങ്ങളുമായിട്ട് കൂട്ടുപിടിക്കാം, അവരുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് കണ്ടുകെട്ടാം, ആ മനുഷ്യരോട് ഒപ്പം നിങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താം. പക്ഷെ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് കാൾ മാർക്സ് ഉൾപ്പെടെയുള്ള സൈദ്ധാന്തികന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരാണ് ഇന്ന് മുസ്ലിം ജനവിഭാഗങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിജാബിന് അനുകൂലമാണ് എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളോട് അയ്യപ്പ സമൂഹത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള വ്യാജ പ്രഖ്യാപനം നടത്തുന്നത്. പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ അപ്പുറത്തുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഇവിടെ ഈ നാടിനെ 2-3 കഷ്ണമായി മുറിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പയറ്റിയിട്ടുള്ള അതേ പ്രയോഗമാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ CPM പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ചിരിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള നീതിബോധമില്ലേ, ആ നീതിബോധത്തിന് ഒരു മനുഷ്യന്റെ മുമ്പിലും കൊണ്ടുചെന്ന് അടിയറവ് പറയാൻ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ഒരു വ്യക്തിക്കും സാധിക്കില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട വസ്തുതയാണ്. ലീഗിന്റെ ആശയം എന്ന് പറയുന്നത് അസ്തിത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാ. വിശ്വാസപരമായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള, നിങ്ങളുടെ സാംസ്കാരികപരമായിട്ടുള്ള നിങ്ങളുടെ അതിജീവനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള അസ്തിത്വത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ആ അസ്തിത്വത്തിനെ അപ്പുറത്തു നിന്ന് തോൽപ്പിച്ചു കളയുന്ന മനുഷ്യന്മാരാണ് ഇന്ന് കേരളവും രാജ്യവും ഭരിക്കുന്നത്. നരേന്ദ്രമോദി എവിടെയുണ്ടോ അതിനെ അപ്പുറത്ത് നിന്നുകൊണ്ട് പര്യായമായിട്ടുള്ള രൂപത്തിലാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നത്. ഈ 2 കൂട്ടരെയും കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് നിങ്ങളാലാവുന്ന വിധത്തിൽ ചെറുക്കാൻ ഈ നാട്ടിലെ കണ്ണികളായിട്ട്, ഈ രാജ്യത്തിന്റെ കാവൽക്കാരായിട്ട് മുന്നോട്ട് വരികയെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വാഴക്കാട് കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്.